ഹൗക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കഥ പറയാനാണ് പോകുന്നത്. ഒരു സ്വഹാബിയുടെ കഥ, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ. അദ്ദേഹത്തിന് ബൈറുഹ എന്ന് പറയുന്നൊരു ഈത്തപ്പഴത്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ 600ഓളം ഈത്തപ്പഴ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രവാചകൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതുപോലെ അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരായത്ത് ഇറങ്ങുകയുണ്ടായി. ആ ആയത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ കർമ്മനിരതരാവുകയില്ല. അത് കേൾക്കേണ്ട താമസം അബൂ തൽഹ റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രവാചകരെ ആ ബൈറുഹ എന്ന് പറയുന്ന ആ ഈത്തപ്പഴ തോട്ടമാണ്. അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുകയാണ്. എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമല്ലാതെ മറ്റൊന്നും അതിൽ താല്പര്യമില്ല. ഇതും പറഞ്ഞ് സ്വന്തം തോട്ടത്തിലേക്ക് തിരിഞ്ഞു നടന്ന് തോട്ടത്തിലെത്തി നോക്കുമ്പോൾ അവിടെ ഭാര്യ റമീസ വിശ്രമിക്കുന്നുണ്ട്. തോട്ടത്തിനകത്ത് പ്രവേശിക്കാതെ നിൽക്കുന്ന ഭർത്താവിനെ നോക്കി റമീസ സംസാരിച്ചപ്പോൾ റമീസയോട് ഭർത്താവ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് റമീസ പറഞ്ഞു, പുറമെ പാവപ്പെട്ടവരും ദരിദ്രരൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ സമ്പത്ത് ദാനം ചെയ്തുകൂടാ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് മാത്രം അത് വേണ്ട എന്ന് ഞാൻ വെച്ച് മനസ്സിലൊതുക്കുകയായിരുന്നു. ഇന്ന് അങ്ങ് ചെയ്ത ഈ തീരുമാനത്തിൽ ഞാൻ വളരെയധികം സന്തുഷ്ടയാണെന്ന് പറഞ്ഞിരുവരും സന്തോഷത്തോടു കൂടി യാത്ര തിരിഞ്ഞ ഈ സംഭവത്തെ ഞാനിന്നിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കേൾക്കണം കൂട്ടുകാരെ, കൊടുക്കുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. കൊടുക്കുമ്പോൾ സന്തോഷം കിട്ടുന്നത്. നമ്മളിൽ ഹോർമോൺസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഹാപ്പി ഹോർമോൺസ് പലതരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഡോപ്പമിനുണ്ട്, ഓക്സിറ്റോസിനുണ്ട്, സെറോട്ടോണിനുണ്ട്, എൻഡോർഫിനുണ്ട്. എന്നാൽ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ആ ഒരു ഹോർമോൺ, അത് ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ശരീരത്തിന് വളരെയധികം ബൂസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹോർമോണാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ കുഞ്ഞു സ്റ്റോറിയിലൂടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു സ്വഹാബിയുടെ ഒരു സ്റ്റോറി മാത്രം. ഇതുപോലെ കേൾക്കാൻ ഒരുപാട് സ്റ്റോറികളുമായിട്ട് ഞാൻ ഇനിയും വരും. എല്ലാവരും കേൾക്കാൻ സന്നദ്ധരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഉദാഹരണങ്ങളിലൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ചരിത്രം പറയാതെ ഭാവിക്ക് എക്സിസ്റ്റൻസ് ഇല്ല. അതേപോലെ ഭൂതകാലം നിലനിൽക്കുന്നതും ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ കാരണമായതും അതുപോലെയുള്ളൊരു ചരിത്രമാണ്. അന്ന് എൻ്റെ ചരിത്രത്തിലെ ആ നായകൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ എൻ്റെ ഹബീബില്ലായിരുന്നെങ്കിൽ എനിക്ക് സാധിക്കില്ല. എല്ലാവരോടും ഒരു ശുഭദിനം നേരുന്നു. മാഷാ അല്ലാഹ്. മാസലാമ.